രാജീവ്. താരാമാധവൻ്റെ വികാരസാന്ദ്രമായ സ്വരം അയാളെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തി. ഇത് ക്രൂരതയാണ് മിസ് താര, രാജീവ് പറഞ്ഞു. ക്രൂരതയോ? വാട്ട് ഡു യു മീൻ? അവൾക്ക് മനസ്സിലായില്ല. ഉറങ്ങിക്കിടന്ന ഒരാളെ വിളിച്ചുണർത്തിയിട്ട് കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസസ് എന്ന വലിയൊരു കമ്പനിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പദവി ഓഫർ ചെയ്യുക, മാസം 2 ലക്ഷം രൂപ ശമ്പളവും താമസിക്കാൻ വില്ലയും യാത്രയ്ക്ക് ലക്ഷറി കാറും പിന്നെ മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുക. ഉടൻ തന്നെ യെസ് ഓർ നോ എന്ന് മറുപടി പറയാൻ ആവശ്യപ്പെടുക. താരമാധവ് പൊട്ടിച്ചിരിച്ചു. എന്താ രാജീവ്, ഞെട്ടിപ്പോയോ? ഇല്ല, ഈ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരാനെങ്കിലും സമയം തന്നുകൂടെ? അയാൾ ആവശ്യപ്പെട്ടു. എത്ര സമയം? 24 മണിക്കൂർ. ഓക്കെ, നാളെ ഇതേ സമയത്ത് രാജേൻ്റെ വിളി ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ വിളിക്കാം, അയാൾ ഏറ്റു. ഗുഡ് നൈറ്റ് രാജീവ്. ഗുഡ് നൈറ്റ്. അയാൾ ആശ്വാസത്തോടെ ഫോൺ വെച്ചു. മറുപടി പറയാൻ 1 ദിവസത്തെ സമയമുണ്ട്, ശരിക്ക് ആലോചിക്കണം. താരാമാധവ് നല്ല ഉദ്യോഗസ്ഥയുടെയാണ് ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നതെങ്കിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ചീത്ത ഉദ്ദേശ്യമാണെങ്കിൽ അപ്പോൾ തന്നെ രാജിവെച്ച് പോകാനുള്ള സ്വാതന്ത്ര്യവും വേണം. രാജീവ് ലൈറ്റണച്ച് ഉറങ്ങാൻ കിടന്നു. സിത്താരയുടെ മുറിയാണ്. പാതിരാപ്പൂക്കൾ വിരിയുന്ന നേരത്ത് അവളുടെ ആത്മാവ് വീട് സന്ദർശിക്കാൻ എത്തുമോ? സ്വപ്നത്തിലെങ്കിലും അവളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. രാത്രി വളരെ വൈകിയാണ് രാജീവ് ഉറക്കത്തിലേക്ക് വഴുതി വീണത്. നേരം നന്നായി വെളുത്തിട്ടും അയാൾ ഉണർന്നില്ല. സാവിത്രി ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ചു. രാജീവ്. അയാൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. സ്ഥലകാലബോധം തിരിച്ചു കിട്ടാൻ 1 മിനിറ്റ് എടുത്തു. അയാൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. കയ്യിൽ ചായക്കപ്പുമായി സാവിത്രി നിൽക്കുന്നുണ്ടായിരുന്നു. സിത്താരയും ഇതുപോലെയായിരുന്നു. ഹോളിഡേ ആണെങ്കിൽ അവൾ രാവിലെ 8 മണി കഴിയും എഴുന്നേൽക്കാൻ. പിന്നെ ഞാൻ ചെന്ന് വിളിച്ചുണർത്തും. അന്നേരം എന്നെയും കൂടി പിടിച്ചിരുത്തി 1/2 മണിക്കൂർ വീണ്ടും ഉറങ്ങും, അവർ പറഞ്ഞു. രാജീവ് ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ മതി. പുട്ടും കടലക്കറിയും പഴവുമുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടമാണ്. സാവിത്രി 1 നിമിഷം നിശബ്ദയായി നിന്നു. എന്താണമ്മേ? എൻ്റെ സിത്താര പോയതിനു ശേഷം ഇന്നലെയാണ് മോനെ ഞാൻ എല്ലാം മറന്ന് ഉറങ്ങിയത്. ഇന്നലെയാണ് ഞാനിവിടെ തനിച്ചല്ല എന്ന ബോധം ഉണ്ടായത്. എൻ്റെ മോൾക്ക് പകരം ദൈവം കൊണ്ടുതന്ന മോനാണ് നീ. അവരുടെ വാക്കുകൾ അയാളുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അമ്മ വിഷമിക്കരുത്, അമ്മയ്ക്ക് തുണയായി എന്നും ഞാനുണ്ടാകും, അയാൾ വാക്കുകൊടുത്തു. ഞാൻ ഇന്നലെ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ കാലശേഷം ഈ വീട് നിൻ്റെ പേരിലാക്കി എഴുതി വയ്ക്കാൻ പോവാണ്. നീ കല്യാണം കഴിക്കണം മോനെ. ആ കുട്ടിയുമൊത്ത് ഇവിടെ താമസിക്കണം. അമ്മേ, അയാൾ അറിയാതെ വിളിച്ചു. പറ്റില്ലെങ്കിൽ വേണ്ട, ഞാനെൻ്റെ ആഗ്രഹം പറഞ്ഞതേയുള്ളൂ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എത്ര നാൾ എനിക്ക് നിൽക്കാൻ സാധിക്കുമെന്നറിയില്ല. പുതിയ ജോലി കിട്ടുമ്പോൾ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലോ ചിലപ്പോൾ വിദേശത്തോ പോകേണ്ടി വരും. പക്ഷേ അമ്മയെ ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുത്തുകയില്ല. പോരെ? മതി മോനെ, നീ എവിടെയായിരുന്നാലും നിന്റെ സ്നേഹം കിട്ടിയാൽ മാത്രം മതി. സാവിത്രി വീണ്ടും അടുക്കളയിലേക്ക് പോയി. മേശപ്പുറത്തിരുന്ന ഫോട്ടോയിൽ നിന്ന് സിത്താര അയാളോട് നന്ദിപൂർവ്വം ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ രാജീവിന് ഒരു കോൾ വന്നു. ബോൺ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ റാം മോഹനാണ് വിളിച്ചത്. രാജീവ്, പുതിയ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേസിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എങ്കിലും താങ്കൾ അത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഓഫീസിലേക്ക് വരാം. 11 മണി. ഓക്കെ. എന്തായിരിക്കും കേസിനെക്കുറിച്ചുള്ള പുതിയ വിവരം? ഇൻസ്പെക്ടർ ജഹാംഗീറും അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. സാവിത്രി അപ്പോൾ രാജീവിൻ്റെ അടുത്തേക്ക് വന്നു. ലീവ് തീർന്നു മോനെ, കുറച്ച് ദിവസം കൂടി നീട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്, അവർ പറഞ്ഞു. വേണ്ട, അമ്മ ഓഫീസിൽ പോകണം, ജോലി ചെയ്യണം, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അമ്മ പഴയ അമ്മയാകണം, അയാൾ അഭ്യർത്ഥിച്ചു. അത് കേട്ടുകൊണ്ടാണ് ശാന്തമ്മ വന്നത്. ഇതേ കാര്യം കുറേ ദിവസമായി മോനെ ഞാനും ചേച്ചിയോട് പറയുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. 4 ആളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വേറൊന്നും ഓർക്കാൻ നേരം കിട്ടത്തില്ല. ശാന്തമ്മ ചേച്ചി പറഞ്ഞതാ ശരി. അമ്മ വേഗം റെഡിയാകുക. ഓഫീസിൽ ഞാൻ കൊണ്ടുചെന്ന് വിടാം. എങ്കിൽ ഞാനെന്തിനാ ഇവിടെ മടിച്ചിരിക്കുന്നത്? സാവിത്രി വേഗം സാരി എടുത്ത് ഓഫീസിൽ പോകാൻ തയ്യാറായി. അപ്പോഴേക്ക് അവർക്കുള്ള ടിഫിൻ ഒരുക്കി ശാന്തമ്മ കൊണ്ടുവന്നു. പോയിട്ട് വരാം ശാന്തമ്മേ. സാവിത്രിയെ അവരുടെ ഓഫീസിൽ കൊണ്ടുചെന്ന് വിട്ടാണ് രാജീവ് ബോൺ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് പോയത്. റാം മോഹൻ അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാജീവ് കിട്ടിയ വിവരം എത്രമാത്രം റെലവൻ്റ് എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നേക്കാളേറെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. പറയൂ, എന്താണ്? അതിനു മുമ്പ് ഒരു ചോദ്യം. മിസ് താരാമാധവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? റാംമോഹൻ്റെ ചോദ്യം കേട്ട് അയാളൊന്ന് പകച്ചു. താരാമാധവ് എങ്ങനെ ചിത്രത്തിൽ വന്നു? അറിയാം, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന മൈസ്കർ മിൽസിന് അവരുമായി ബിസിനസ് ബന്ധങ്ങളുണ്ടായിരുന്നു. ആ നിലയ്ക്ക് അവരുമായി പലതവണ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്, രാജീവ് അറിയിച്ചു. അവർക്ക് ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസുമായി ബിസിനസ് ബന്ധങ്ങളുണ്ടോ? ഉണ്ടാവണം, എനിക്കറിയില്ല റാംമോഹൻ 1 നിമിഷം ആലോചിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ നിഗമനങ്ങൾക്ക് പ്രസക്തിയില്ല, അയാൾ പറഞ്ഞു. എന്താണ് റാമിന് കിട്ടിയ ഇൻഫർമേഷൻ?
ഞങ്ങൾ മേജർ ജയരാമൻ്റെ ടെലിഫോൺ കോൾസ് ഒന്ന് മോണിറ്റർ ചെയ്തു. മേജറും താരാമാധവും ദിവസവും 4-5 തവണ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സംശയിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റാം. രാജീവിന് നിരാശ തോന്നി. അങ്ങനെ ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ തന്നെ അവർ വിളിക്കേണ്ടത് പേഴ്സണൽ മാനേജരായ ജയരാമനെയല്ലല്ലോ. അവരെപ്പോലെ ഒരു ബിസിനസ് മാഗ്നറ്റ് മൈസ്ക്രീം മിൽസിൻ്റെ ജനറൽ മാനേജറിൽ കുറഞ്ഞ ഒരാളെ വിളിക്കുമോ? റാംമോഹൻ പറയുന്നത് വളരെ ശരിയാണെന്ന് അയാൾക്ക് തോന്നി. മാത്രമല്ല, ഈ ഫോൺ കോളുകളുടെ എണ്ണം കൂടുന്നത് കഴിഞ്ഞ മാസം 3-ാം തീയതി മുതലാണ്. 3-ാം തീയതിയുടെ പ്രാധാന്യം രാജീവിന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മാസം 3-ാം തീയതിയായിരുന്നു സിത്താരയുടെയും തൻ്റെയും മോതിരം മാറൽ ചടങ്ങ് നടന്നത്. രാജീവ് ഞെട്ടലോടെ അയാളെ നോക്കി. ഓർമ്മയുണ്ട് റാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? മുരളി ഭാസ്കർ സിത്താരയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 തവണ അയാളെ താരാമാധവ് വിളിച്ചിരുന്നു. രാജീവ് ഒന്നും മിണ്ടിയില്ല. ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിൽ പർച്ചേസ് മാനേജറായ മുരളി ഭാസ്കറിനെ താരാമാധവ് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല, വ്യക്തിപരമായ ഫോൺ കോളുകളല്ലാതെ. ഇത്രയും പറഞ്ഞപ്പോൾ താരാമാധവ് കഴിഞ്ഞ 3 മാസത്തിൽ നടത്തിയ ഫോൺ കോളുകളും ഞങ്ങൾ പരിശോധിച്ചു. ഏതാണ്ട് 17 തവണ താര താങ്കളെ വിളിച്ചിട്ടുണ്ട്. ശരിയാണ്, താരാമാധവ് ഒരുപാട് തവണ തന്നെ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഔദ്യോഗികമായ വിളികളായിരുന്നോ? റാംമോഹൻ ചോദിച്ചു. അല്ല, ഏറെയും പേഴ്സണൽ കോളുകളായിരുന്നു, രാജീവ് തുറന്നു പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ ഞാനൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. എന്താണത്? സിത്താരയുടെ മരണത്തിൽ താരാമാധവിന് പങ്കുണ്ട്. രാജീവ് ഞെട്ടി. എന്ത് പങ്ക്? എന്തിനു വേണ്ടി താരാമാധവ് അവളെ ഇല്ലാതാക്കണം? അതിൻ്റെ മറുപടി ആലോചിച്ചാൽ ഒരു പക്ഷേ താങ്കൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അർത്ഥവത്തായിരുന്നു റാംമോഹൻ്റെ വാക്കുകൾ. പെട്ടെന്നൊരു സംശയം രാജീവിൻ്റെ മനസ്സിലേക്ക് വീണു. സിത്താര എതിരാളിയാണെന്നോ താരാമാധവന് തോന്നിയോ? എങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് രാജീവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. മിസ് താരാമാധവ് വച്ചു നീട്ടിയ ജോലി സ്വീകരിക്കണം. അവളെ അടുത്തറിയാനും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും അത് സഹായിക്കും. ഒപ്പം ജയരാമനോട് പ്രതികാരം വീട്ടാനും പറ്റും. താങ്ക് യു റാംമോഹൻ. ഞാൻ പിന്നീട് വിളിക്കാം. താങ്കൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. രാജീവ് യാത്ര പറഞ്ഞിറങ്ങി. ആലോചിക്കാൻ അയാൾക്കൊന്നുമില്ലായിരുന്നു. കാർ ഓടിച്ചുകൊണ്ട് തന്നെ അയാൾ താരാമാധവനെ വിളിച്ചു. ഹലോ രാജീവ്. അവളുടെ പ്രസന്നമായ സ്വരം വന്നു. മാഡം പ്രോമിസ് ചെയ്ത ഓഫർ സ്വീകരിക്കുകയാണ് ഞാൻ, അയാൾ അറിയിച്ചു. താങ്ക് യു രാജീവ്. ഇറ്റ് ഈസ് എ വൈസ് ഡിസിഷൻ. രാജീവിന് ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. അവൾ ആഹ്ലാദം മറച്ചു വച്ചില്ല. ബട്ട് വൺ തിങ്, എനിക്കൊരു റിട്ടേൺ അപ്പോയിൻമെൻറ്റ് ഓർഡർ തരണം. അതിൽ ഡീറ്റെയിൽസും ഉണ്ടാവണം. സാലറി പ്ലസ് പെർക്സ്. തീർച്ചയായും. നാളെ ഓർഡർ രാജുവിന് കിട്ടിയിരിക്കും. ഏത് അഡ്രസ്സിലാണ് കൊടുത്തയക്കേണ്ടത്? ഞാനിപ്പോൾ പനമ്പള്ളി നഗറിലാണ് താമസം, സിത്താരയുടെ വീട്ടിൽ. ഓ, അവിടെയാണോ? അവളുടെ സ്വരത്തിലെ ഇഷ്ടക്കേട് അയാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. ശരിക്കുമുള്ള അഡ്രസ്സ് ഇപ്പോൾ തന്നെ ഞാൻ മെയിൽ ചെയ്യാം. പ്ലീസ് ഡു. അധികം പറയാതെ അവൾ സംസാരം അവസാനിപ്പിച്ചു. പിറ്റേന്ന് സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി നിയമിച്ചുകൊണ്ടുള്ള കത്ത് രാജീവിന് കിട്ടി. അടിയിൽ മിസ് താരാമാധവ് ആണ് ഒപ്പിട്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെ ഓഫീസിൽ ചാർജ് എടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജോലി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ തന്നെ അയാൾ മെയിൽ അയച്ചു. പിന്നെ അയാൾ ഹരിശങ്കർ മേനോനെ വിളിച്ചു. ഡാഡി, തൽക്കാലം ഞാൻ മുംബൈയിലേക്ക് വരുന്നില്ല. അദ്ദേഹത്തിന് നിരാശയായി. വൈ? എനിക്ക് ഇവിടെ തന്നെ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് കിട്ടിയിരിക്കുന്നു. കൊച്ചിയിലല്ല, തിരുവനന്തപുരത്താണ്. അയാൾ പുതിയ ജോലിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മേനോന് സന്തോഷമായി. കുഴപ്പമില്ല രാജീവ്, ഞാനും അതേ ഉദ്ദേശിച്ചുള്ളൂ. എ ചേഞ്ച് ഓഫ് പ്ലേസ്, അത് തന്നെ നിന്നെ സഹായിക്കും പലതും മറക്കാൻ. പക്ഷേ നീ മുംബൈയിലേക്കൊന്ന് വരണം. ഉടനെ വേണ്ട, അവിടെ ഒന്ന് സെറ്റിലായ ശേഷം. വരാൻ ഡാഡി. തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിക്കുന്നത്? കമ്പനി വക അക്കോമഡേഷൻ കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടെ, KS നായർ. യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവിടെ ഗവൺമെൻറ് സർവീസിലാണ്. നീ അവനെ കാണണം. അവൻ്റെ നമ്പറും അഡ്രസ്സും ഞാൻ മെയിൽ ചെയ്യാം. താങ്ക് യു ഡാഡി. മമ്മിയെ രാത്രി വിളിച്ചോളാം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കോൺഫറൻസ് ഉണ്ട്. ആൾ ദി ബെസ്റ്റ് മൈ സൺ. താങ്ക് യു ഡാഡി. രാജീവ് പിന്നെ ജോൺ നെല്ലിവേലിയെയാണ് വിളിച്ചത്. താൻ കൊച്ചി വിടാൻ പോവാണോ? വിശ്വസിക്കാനാവാതെ ജോൺ ചോദിച്ചു. സ്ഥിരമായിട്ടല്ല ജോൺ, താൽക്കാലികമായിട്ട്. എവിടെ പോയാലും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരും. ഞാനത് അഡ്വൈസ് ചെയ്യില്ല രാജീവ്. ഉയരങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിലും വലിയ കമ്പനിയിൽ ഇതിലും വലിയ സ്ഥാനം കിട്ടിയാൽ മാത്രം ഇവിടെ വന്നാൽ മതി. നാളെ ഞാൻ പോകും. അതിനു മുമ്പ് നമുക്കൊന്ന് കാണണ്ടേ? രാജീവ് ചോദിച്ചു. വേണം. ഇന്ന് കാസിനോയിൽ ഡിന്നർ. ജെയിംസിനെയും വിളിക്കാം. ഞങ്ങളുടെ വക ഒരു സെൻഡ് ഓഫ്. പോയിട്ട് ഞാനൊരു ദിവസം വരാം. അപ്പോൾ എൻ്റെ വക പാർട്ടി, രാജീവ് പറഞ്ഞു. എഗ്രീറ്റ്. അത് കഴിഞ്ഞ് റാംമോഹനെയാണ് വിളിച്ചത്. പുതിയ ജോലിയെക്കുറിച്ച് രാജീവ് അയാളോട് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, അയാൾ അഭിനന്ദിച്ചു.
പുതിയ ബോസ് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആരാണ്? മിസ് താര മാധവ്. രാജീവ് അവിശ്വാസത്തോടെ റാംമോഹൻ വിളിച്ചു. യെസ്, നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. രഹസ്യങ്ങളുടെ ഉറവിടം തേടിയുള്ള യാത്രയുടെ ആരംഭം. ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്റ്റർ രാജീവ്. താങ്ക് യു. സിത്താരയുടെ അമ്മയുടെ അടുത്ത് ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കുക എന്നായിരുന്നു രാജീവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. മകൾക്കു പകരം മകനെ കിട്ടിയ സന്തോഷത്തിലാണ് ആ പാവം സ്ത്രീ. പക്ഷേ പോകാതെ പറ്റില്ല. വൈകുന്നേരം സാവിത്രിയുടെ ഓഫീസിലേക്ക് അയാൾ ചെന്നു. രാവിലെ ഓഫീസിൽ പോകാനും തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനും. സുഖമൊന്നും എന്നെ പഠിപ്പിക്കേണ്ട മോനെ, കാറിലേക്ക് കയറുമ്പോൾ അവർ പറഞ്ഞു. ഇല്ല അമ്മേ, പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്യാൻ പോവാണ്. മോന് വേറെ ജോലി കിട്ടിയിട്ട് മതി. ജോലി കിട്ടിയമ്മേ, നാളെ ഞാൻ പോകും. അയാൾ വിശദമായി അക്കാര്യം അവരോട് പറഞ്ഞു. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മോൻ പോയിക്കോ, ഞാൻ തടയുകയില്ല. നല്ല ജോലി കിട്ടിയാൽ എൻ്റെ സിത്താരയും പോയേനെ. അമ്മ വിഷമിക്കേണ്ട, ആഴ്ചയിലൊരിക്കൽ ഞാൻ അമ്മയെ കാണാൻ വരും. സാവിത്രിയെ വീട്ടിൽ കൊണ്ട് ചെന്ന് വിട്ടിട്ട് അയാൾ ഐലൻഡിലേക്ക് പോയി. 7:30 ഹോട്ടലിൽ നിന്നും ജെയിംസുമൊത്ത് ഡിന്നർ. തിരിച്ചെത്തിയപ്പോൾ 9:30. അയാൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ കുറേ നേരം ഇരുന്നു. ഡാഡിയുടെ മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. KS നായരുടെ നമ്പറും അഡ്രസ്സും രാജീവ് അതിൽ നിന്നും കുറിച്ചെടുത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ താരാമാധവിൻ്റെ വിളി വന്നു. നാളെ രാജീവ് എപ്പോഴെത്തും തിരുവനന്തപുരത്ത്? ഉച്ചയ്ക്ക് മുമ്പ്. മറ്റന്നാളെ ജോയിൻ ചെയ്യുന്നുള്ളൂ. അതുമതി. നാളെ സിറ്റിയിലെത്തുമ്പോൾ അവിടുത്തെ എൻ്റെ മാനേജർ വിളിക്കും. ഒരാഴ്ച ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. ഹി വിൽ അറേഞ്ച് എവറിത്തിങ്. ഒരാഴ്ച കഴിഞ്ഞ് കവടിയാറിൽ വില്ല റെഡിയാകും. അതുമതി. ഗുഡ് നൈറ്റ് രാജീവ്. ഗുഡ് നൈറ്റ്. ഫോൺ വച്ചിട്ട് രാജീവ് ഒന്ന് മന്ദഹസിച്ചു. ഞാൻ വരുന്നു മിസ് താര, നിന്റെ മുഖം മൂടി ചീന്തിയെറിയാൻ. പിറ്റേന്ന് രാവിലെ അയാൾ തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു. കസ്തൂരി മെല്ലെ വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു. അത് നോക്കിക്കൊണ്ട് ജയരാമൻ വെറുതെ കിടന്നു. ഹാൻഡ് ബാഗിൽ നിന്നും ചീപ്പെടുത്ത് അവൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് മുടി ചീകാൻ തുടങ്ങി. കൃഷ്ണേട്ടൻ എപ്പോൾ വരും? അവൾ ചോദിച്ചു. ഉച്ചയോടെ വരും. 1-ാം തീയതിയിലെ ഗുരുവായൂർ ദർശനം ഒരു കാരണവശാലും മുടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കസ്തൂരി ചിരിച്ചു. എന്തായാലും ഒരു അപകടം ഒഴിവായി കിട്ടി അല്ലേ? അവൾ ചോദിച്ചു. അവൾ ഉദ്ദേശിച്ചത് എന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്തപകടം? അവൾ എഴുന്നേറ്റ് വന്നു. രാജീവ് ഇന്ന് രാവിലെ സ്ഥലം വിട്ടില്ലേ? ഓ അതോ? ഒക്കെ താരയുടെ മിടുക്കാണ്. ഇനി അവനെക്കുറിച്ചുള്ള പേടി വേണ്ട. അവൾ അവനെ കൈകാര്യം ചെയ്തോളും. കസ്തൂരി ഷാൾ എടുത്ത് മാറത്ത് അലക്ഷ്യമായി ഇട്ടു. മിസ് താരമാധവനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സുന്ദരിയാണോ പാട്ടി? യെസ്, അവളെ കണ്ടാൽ ഒരു ഹിന്ദി സിനിമ താരമാണെന്നേ തോന്നൂ. ബിസിനസ്സുകാരിയാണെന്ന് ആർക്കും തോന്നില്ല. സൗന്ദര്യം മാത്രമല്ല, ആ തല നിറയെ ബുദ്ധിയുമുണ്ട്, അയാൾ പറഞ്ഞു. കസ്തൂരി ഹാൻഡ് ബാഗ് എടുത്ത് ചുമലിൽ തൂക്കി. ഞാൻ ഇറങ്ങട്ടെ? യെസ്, ഞാൻ വിളിക്കാം. അയാളുടെ കവിളിൽ ഒരു വെച്ചിട്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ദീപ്തിയെ ഒന്ന് വിളിക്കണമെന്ന് ജയരാമന് തോന്നിയത്. മൊബൈലെടുത്ത് അയാൾ അവളെ വിളിച്ചു. എന്തു ചെയ്യുന്നു മോളെ? അസൈൻമെൻ്റ് ഉണ്ട് ഡാഡി. വീട്ടിലായിരിക്കും അല്ലേ? അതെ മോളെ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അശ്വതി താഴേക്കിറങ്ങി ചെന്ന് വാതിൽ തുറന്നു. സുമുഖനായ ചെറുപ്പക്കാരനാണ് പുറത്തു നിന്നത്. മിസ്റ്റർ KS നായരുടെ വീടല്ലേ ഇത്? അതെ, അവൾ പറഞ്ഞു. അദ്ദേഹമുണ്ടോ? ഇല്ല, ഈസ്റ്റ് ഫോർട്ടിൽ മാരേജ് ഉണ്ട്. അവിടെ പോയിരിക്കുകയാണ് അങ്കിൾ ആൻറ്റിയും. ഉച്ച കഴിയും വരാൻ. എൻ്റെ പേര് രാജീവ്. എൻ്റെ ഡാഡിയുടെ ഫ്രണ്ടാണ് അങ്കിൾ. വരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി. കുട്ടി അങ്കിളിൻ്റെ മോളാണോ? അല്ല, പേയിങ് ഗസ്റ്റാണ്. പേര് അശ്വതി. ഓക്കെ, ഞാൻ പിന്നെ വന്നോളാം. അയാൾ കാറിൽ കയറി പോകുന്നതുവരെ അവൾ നോക്കി നിന്നു. പിന്നെ വാതിലടച്ച് മുകളിലേക്ക് ഓടിക്കയറി. എടി, ആരാ വന്നതെന്ന് മനസ്സിലായോ? അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ. പേര് രാജീവ്. ഹാൻസം ഗൈ. കണ്ണെടുക്കാൻ തോന്നില്ല, ആരാധനയോടെ അശ്വതി പറഞ്ഞു. ഞാൻ കണ്ടു അയാൾ ചെന്ന് കാറിൽ കയറുന്നത്. അത്ര സുന്ദരനായിട്ട് എനിക്ക് തോന്നിയില്ല. താല്പര്യമില്ലാത്ത ഭാവത്തിൽ അവൾ പുസ്തകത്തിലേക്ക് മടങ്ങി. അയാൾ ഇനിയും വരും. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. കിട്ടുമെങ്കിൽ വീഴ്ത്തിക്കോ. ദീപ്തി അനുവാദം കൊടുത്തു. അശ്വതി പുഞ്ചിരിച്ചു.